ജീവിത വിജയം കൈവരുത്തുവാൻ ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട ചില ഗുണങ്ങളുണ്ട്. ചാണക്യൻ പറയുന്ന അത്തരം ചില ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ലീസൺ ഇതാണ്: സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമാണുള്ളത്. സ്വപ്നത്തിന് യാതൊരു പരിശ്രമവും ചെയ്യാതെ നിങ്ങൾ ഉറങ്ങണം, എന്നാൽ ലക്ഷ്യത്തിനു വേണ്ടി നിങ്ങൾ ഉറങ്ങാതെ പരിശ്രമിക്കണമെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യൻ പറയുന്ന രണ്ടാമത്തെ ലീസൺ ഇതാണ്: ബുദ്ധിമാന്മാർ ചില ഘട്ടങ്ങളിൽ മിണ്ടാതിരിക്കും, എന്നാൽ അറിവുള്ളവർ അതേ ഘട്ടത്തിൽ സംസാരിക്കുവാൻ തുടങ്ങുന്നു. വിഡ്ഢികളാണെങ്കിൽ വാദവിവാദങ്ങളിലും മുഴുകുമെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യൻ പറയുന്ന മൂന്നാമത്തെ ലീസൺ ഇതാണ്: നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും നല്ലതായിരിക്കണം, കാഴ്ചപ്പാടുകളും നല്ലതായിരിക്കണം. കാരണം കാഴ്ച മങ്ങിയാൽ അതിന് മരുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് മങ്ങിയാൽ അതിന് മരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യൻ പറയുന്ന നാലാമത്തെ ലീസൺ ഇതാണ്: അസംഭവ്യം. ഈ ശബ്ദം മടിയന്മാരുടെ നിഘണ്ടുവിൽ മാത്രമേ ഉണ്ടാകൂ. ബുദ്ധിമാന്മാർ അവരുടെ മാർഗം സ്വയം തന്നെ നിർമ്മിക്കുകയാണ് ചെയ്യുക എന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യൻ പറയുന്ന അഞ്ചാമത്തെ ലീസൺ ഇതാണ്: ദുർബലനായ ഒരു വ്യക്തിയോട് ശത്രുത ഉണ്ടായാൽ അത് കൂടുതൽ പ്രശ്നമുണ്ടാക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സമയത്തായിരിക്കും ആ വ്യക്തി നിങ്ങൾക്ക് തടസ്സമായി മാറുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യൻ പറയുന്ന ആറാമത്തെ ലീസൺ ഇതാണ്: നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കുന്ന സമയങ്ങളിൽ ആർക്കും വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ കുപിതനായിരിക്കുന്ന സമയങ്ങളിൽ ഉത്തരങ്ങളും നൽകുകയും അരുത്. അതുപോലെ ദുഃഖിക്കുന്ന സമയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കരുത്. ഇത് ജീവിതത്തിന്റെ 3 മൂലമന്ത്രങ്ങളായിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ഇനി ചാണക്യൻ പറയുന്ന ഏഴാമത്തെ ലീസൺ ഇതാണ്: ബുദ്ധിമാൻ ഒരിക്കലും തന്റെ കുറവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കുകയില്ല. വീട്ടിലെ രഹസ്യമായ കാര്യങ്ങൾ, ധനം നശിച്ചു പോയതിന്റെ കണക്കുകൾ, മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ, ഇവയെല്ലാം തന്നെ സ്വന്തം മനസ്സിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യന്റെ എട്ടാമത്തെ ലീസൺ ഇതാണ്: ലോകമെന്ന ഈ വേദിയിൽ നിങ്ങളുടെ ജീവിതം എന്ന നാടകം എത്രയും ഭംഗിയായി അവതരിപ്പിക്കുക. നിങ്ങളുടെ നാടകത്തിന് തിരശീല വീണതിനു ശേഷവും ഇവിടെ കയ്യടികൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യന്റെ ഒമ്പതാമത്തെ ലീസൺ ഇതാണ്: നിങ്ങൾ വളരെയധികം പരിശ്രമിച്ചിട്ടും പരാജയം സംഭവിച്ചു എങ്കിലും യാതൊരു പരിശ്രമവും ചെയ്യാതെ എന്തെങ്കിലും നേടിയവരെക്കാൾ നിങ്ങൾ മഹാന്മാർ തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യൻ പറയുന്ന പത്താമത്തെ ലീസൺ ഇതാണ്: നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവർത്തനം ആരംഭിക്കുകയാണ് എങ്കിൽ അസഫലത ഉണ്ടാകുമോ എന്ന് ഭയപ്പെടാൻ പാടില്ല. നിങ്ങൾ തുടങ്ങിവെച്ച ശ്രമത്തെ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും അരുതെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യന്റെ 11ാമത്തെ ലീസൺ: ആരാണോ ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത് അവർ എപ്പോഴും സന്തുഷ്ടരായിരിക്കും. അവർ ജീവിതത്തിൽ ഉന്നതി നേടിക്കൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യൻ പറയുന്ന 12ാമത്തെ ലീസൺ: അവനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ജീവിക്കേണ്ടതായി വരുമെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യൻ പറയുന്ന 13ാമത്തെ ലീസൺ: നിങ്ങൾ എത്ര കുറച്ചു സംസാരിക്കുന്നുവോ അത്രയും ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യൻ പറയുന്ന 14ാമത്തെ ലീസൺ ഇതാണ്: നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിൽ നിങ്ങൾ ചെലവിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അറിവുകൾ കുറവാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നതിലും നിയന്ത്രണം പാലിക്കേണ്ടതാണെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യൻ പറയുന്ന 15ാമത്തെ ലീസൺ: തെറ്റ് ചെയ്യാത്ത ഒരുവനെ നിങ്ങൾ ശിക്ഷിക്കുന്നതിലൂടെ അകാരണമായി ഒരു ശത്രുവിനെ നിങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യൻ പറയുന്ന 16ാമത്തെ ലീസൺ ഇതാണ്: ഒരു വിഡ്ഢിയുടെ പക്കൽ നിന്നും ഉപദേശം സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദുഷ്ടന്റെ പക്കൽ നിന്നും വിമർശനങ്ങൾ സ്വീകരിക്കുന്നതാണെന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങളുടെ ജീവിതത്തിലും ആയുസ്സും ആയുരാരോഗ്യ സൗഖ്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും എല്ലാം വന്നു ഭവിക്കട്ടെ എന്ന് സർവശക്തന്റെ നാമത്തിൽ ഞാനും പ്രാർത്ഥിക്കുന്നു.